കുടിയേറ്റ നിയന്ത്രണങ്ങളുമായി കാനഡ മുന്നോട്ടു പോകുമ്പോൾ സ്ഥിരതാമസത്തിനായുള്ള ആവശ്യം വർഷങ്ങളായി കുതിച്ചുയരുകയാണ്. വിദഗ്ധ തൊഴിലാളികൾ, അന്തർദേശീയ വിദ്യാർത്ഥികൾ, കുടുംബം എന്നിവരുടെ സ്ഥിരതാമസം എന്ന ആഗ്രഹത്തിനുമേൽ അപ്രതീക്ഷിതമായുണ്ടായ കുടിയേറ്റ നിയന്ത്രണങ്ങൾ അടിവരയിടുകയാണ്. വർദ്ധിച്ചു വരുന്ന ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങൾക്കിടയിൽ സ്ത്രീകൾക്ക് സ്ഥിരം താമസത്തിന് സഹായിക്കുന്നതിന് കാനഡയിൽ ഉടനീളമുള്ള 500-ലധികം ഏജൻസികൾ തങ്ങളുടെ പ്രോഗ്രാമുകൾ പുറത്തിറക്കി. ഇതുവഴി വനിതാ കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിലൂടെ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ കരിയർ വളർച്ച, വിദ്യാഭ്യാസം, സുരക്ഷ, കുടുംബ പുനരേകീകരണം തുടങ്ങിയ സേവനങ്ങൾ കൂടെ വാഗ്ദാനം ചെയ്യുന്നു. ഇതുവഴി സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും കനേഡിയൻ ഗവൺമെന്റും ചില സംഘടനകളും അവരുടെ പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് സംഭാവന നൽകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം, തൊഴിൽ തടസ്സം, പ്രത്യേക പുനരധിവാസ സഹായത്തിന്റെ ആവശ്യകത തുടങ്ങിയ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാനുള്ള ശ്രമങ്ങളും കാനഡ രൂപീകരിക്കുന്നു. ഡാറ്റ് സ്കോളർഷിപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കാനഡയിൽ വിജയിക്കുന്നതിനും സുസ്ഥിരവും സംതൃപ്തവുമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ സ്ത്രീകൾക്ക് നൽകാൻ ഈ പ്രോഗ്രാമുകൾ ശ്രമിക്കുന്നതായും വ്യക്തമാണ്. ഇനി കാനഡയിലെ വനിതാ കുടിയേറ്റക്കാർക്കുള്ള പ്രധാന പിന്തുണാ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. 500-ലധികം ഏജൻസികളാണ് വനിതകൾക്കായുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി പ്രോഗ്രാമുകൾ രൂപീകരിച്ചിട്ടുള്ളത്. സെറ്റിൽമെന്റ് ഓർഗനൈസേഷനുകൾ. കാനഡയിലുടനീളമുള്ള 500-ലധികം ഓർഗനൈസേഷനുകൾ സെറ്റിൽമെന്റ് സേവനങ്ങൾ നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൽ പലതും സ്ത്രീകൾക്കുള്ളതാണ്. സെറ്റിൽമെന്റ് ഓർഗനൈസേഷനുകൾക്ക് കീഴിലുള്ള പ്രധാന പ്രോഗ്രാമുകളാണ് ഇനി പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമായുള്ള ഭാഷാ ക്ലാസുകൾ. ഇത് കാനഡയിൽ പുതുതായി എത്തിയ ഏതൊരാൾക്കും ഭാഷ ഒരു നിർണായക തടസ്സം തന്നെയാണ്. അതുകൊണ്ട് പല ഓർഗനൈസേഷനുകളും സ്ത്രീകൾക്ക് മാത്രമുള്ള ഭാഷാ ക്ലാസുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് സ്ത്രീകൾക്ക് അവരുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുകയും ഒപ്പം തന്നെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നു. കൗൺസിലിംഗും പിന്തുണ ഗ്രൂപ്പുകളും. വൈകാരിക പിന്തുണയും ഒപ്പം തന്നെ ഉപദേശവും നൽകിക്കൊണ്ട് കാനഡയിലെത്തുന്ന സ്ത്രീകൾക്ക് അവരുടെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ഈ സേവനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു നിർണായകം തന്നെയാണ്. ഡേ കെയറും ഗതാഗത സഹായവും. പല വനിതാ കുടിയേറ്റക്കാരും അവരുടെ സെറ്റിൽമെന്റ് പ്രക്രിയയുമായി മുന്നോട്ടു പോകുമ്പോൾ കുടുംബ ഉത്തരവാദിത്തങ്ങൾ സന്തുലിതമാക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അതുകൊണ്ട് ഭാഷാ ക്ലാസുകൾ, വർക്ക്ഷോപ്പുകൾ, മറ്റ് ആവശ്യ സേവനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ സ്ത്രീകളെ സഹായിക്കുന്നതിന് ഓർഗനൈസേഷനുകൾ ഡേ കെയറും ഒപ്പം തന്നെ ഗതാഗത സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. കാനഡയിൽ ആദ്യമായി എത്തുന്ന ആർക്കും തന്നെ കനേഡിയൻ നിയമങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് കൂടുതലായി അറിയണമെന്നില്ല. ചില അറിവുകൾ വായിച്ചും മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞും ഉണ്ടായിരിക്കുമെങ്കിലും നിയമങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് കൂടുതലായി അറിയാൻ അവർക്ക് വർക്ക്ഷോപ്പുകൾ കൂടെ നൽകി വരുന്നുണ്ട്. ഇതുവഴി നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചും ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് പുതിയ അറിവാണ് ലഭിക്കുന്നത്. അതേസമയം കാനഡയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി തിരയുന്ന സ്ത്രീകൾക്കായി ഗവൺമെന്റ് ഔദ്യോഗിക കനേഡിയൻ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനായാണ് കാനഡ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ട്രാൻസ്മിഷൻ ഹൗസുകളും എമർജൻസി സർവീസുകളും. അക്രമാസക്തമോ സുരക്ഷിതമല്ലാത്തതോ ആയ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ട സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ ലഭ്യമാണ്. അക്രമത്തിന് ഇരയായവർക്കുള്ള കൗൺസിലിംഗ്. അതിജീവിച്ചവരെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നതിന് ട്രോമ അറിയിച്ച പിന്തുണാ ഗ്രൂപ്പുകളും തെറാപ്പിയും ഇവിടെ ലഭ്യമാണ്. നിയമപരമായ സുരക്ഷാ ആസൂത്രണ സഹായം. സ്ത്രീകളെ സുരക്ഷാ പദ്ധതികൾ വികസിപ്പിക്കാനും ഒപ്പം തന്നെ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനായി നിയമ സംവിധാനം നാവിഗേറ്റ് ചെയ്യാനും ഈ ഒരു പ്രോഗ്രാം കൂടുതൽ സഹായിക്കുന്നു. കൂടാതെ ലോക്കൽ പോലീസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ഒരു സേവനങ്ങൾ നടപ്പിലാക്കുന്നത്. അപകട സാധ്യതയെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ. അടിയന്തര സംരക്ഷണം ആവശ്യമുള്ള അഭയാർത്ഥി സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിമൻ അറ്റ് റിസ്ക് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. പലപ്പോഴും അസ്ഥിരമോ അപകടകരമോ ആയ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഇത് ഏറെ സഹായമാണ്. ഒപ്പം തന്നെ പെട്ടെന്നുള്ള പുനരധിവാസ സേവനങ്ങൾ. ഈ പ്രോഗ്രാം ഉടനടി സംരക്ഷണവും സഹായവും ആവശ്യമുള്ള സ്ത്രീകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംരക്ഷിക്കുന്നതിനായാണ് ഇത് കൂടുതൽ മുൻഗണന നൽകി വരുന്നത്. സമഗ്രമായ പിന്തുണ.
സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷിതത്വവും കാനഡയിൽ പാർപ്പിടവും തൊഴിൽ സഹായവും ഉൾപ്പെടെയുള്ള വിജയകരമായ സെറ്റിൽമെന്റും ഉറപ്പാക്കുന്നതിന് ഇതുവഴി പിന്തുണ ലഭിക്കുന്നു. മറ്റൊന്ന് വനിതാ പൈലറ്റ് പ്രോഗ്രാം. മുമ്പ് വിസിബിൾ മൈനോറിറ്റി ന്യൂ കോമർ വുമൺ പൈലറ്റ് എന്നറിയപ്പെടുന്ന വംശീയവൽക്കരിക്കപ്പെടുന്ന വനിതാ പൈലറ്റ് കാനഡയിൽ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്ന വംശീയ സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യമിടുന്നതാണിത്. കൂടാതെ വിവേചനം, പ്രവൃത്തി പരിചയത്തിന്റെ അഭാവം എന്നിവ പോലുള്ള വെല്ലുവിളികളും ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നു. മെന്റർഷിപ്പ് പരിശീലനം. കനേഡിയൻ തൊഴിൽ വിപണിയിലൂടെ അവരെ നയിക്കുന്ന വ്യവസായ പ്രൊഫഷണലുകളിൽ നിന്ന് സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് മെന്റർഷിപ്പ് നൽകുന്നു. നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ. സ്ത്രീകൾക്ക് അവരുടെ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മറ്റും സഹായമാണ് ഈ ഒരു നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ. കൂടാതെ കരിയർ അഡ്വാൻസ്മെന്റ് ഉറവിടങ്ങൾ. തൊഴിൽ പരിശീലനവും ബിൽഡിംഗ് റെസ്യൂമുകൾക്കുമുള്ള സഹായവും ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നതും ഉൾപ്പെടെ കരിയർ വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മറികടക്കാൻ സ്ത്രീകളെ സഹായിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണിത്. അഭയാർത്ഥികൾക്കായി പുനരധിവാസ സഹായ പരിപാടി തുടങ്ങിയവയും ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നു. ട്രോമ റിക്കവറി സെന്ററുകൾ. അഭയാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും നാടുകടത്തലിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ മാനസികാരോഗ്യ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. കൂടാതെ പാർപ്പിടത്തിനും തൊഴിലിനുമുള്ള സഹായം. സ്ത്രീകൾക്ക് അവരുടെ പുനരധിവാസ പ്രക്രിയയുടെ ഭാഗമായി സ്ഥിരമായ ഭവനം കണ്ടെത്തുന്നതിനും ദീർഘകാല തൊഴിൽ ഉറപ്പാക്കുന്നതിനും സഹായം ലഭിക്കുന്ന പ്രോഗ്രാമുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം 2025 വനിതാ കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കാനുള്ള കാനഡയുടെ ശ്രമങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ള സ്ത്രീകൾക്കും കൂടുതൽ ഉൾക്കൊള്ളുന്നതും ശാക്തീകരിക്കുന്നതുമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഒപ്പം തന്നെ ടാർഗറ്റ് ചെയ്ത് സേവനങ്ങൾ നൽകുന്ന 500-ലധികം ഏജൻസികൾക്കൊപ്പം പുതുതായി വരുന്ന സ്ത്രീകൾക്ക് അവരുടെ സ്ഥലത്ത് വിജയിക്കാനും സംതൃപ്തമായ ജീവിതം കെട്ടിപ്പടുക്കാനും ആവശ്യമായ കാര്യങ്ങൾ അറിയാനും ഈ പ്രോഗ്രാമുകളിലൂടെ സാധിക്കും. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കായി സ്ത്രീകൾക്ക് കാനഡയുടെ ഔദ്യോഗിക ഇമിഗ്രേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാം.